നമസ്കാരം. ആറന്മുള MLA അബിൻ വർക്കി സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. പത്തനംതിട്ട ഓമല്ലൂർ ഷട്ടർമുക്കിൽ വെച്ച് മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് മടങ്ങവെയാണ് MLAയുടെ കാറിന് നേരെ മറ്റൊരു വാഹനം വന്നിടിച്ചത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അബിൻ വർക്കി ആശുപത്രിയിലാണ്. ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് ആശ്വാസമേകി മടങ്ങവെയാണ് ആറന്മുള MLA അബിൻ വർക്കി സഞ്ചരിച്ചിരുന്ന വാഹനം റോഡപകടത്തിൽപ്പെട്ടത്. ആറന്മുള മണ്ഡലത്തിലെ ജനപ്രതിനിധിയായ അബിൻ വർക്കി സഞ്ചരിച്ചിരുന്ന കാർ പത്തനംതിട്ട ഓമല്ലൂർ ഷട്ടർമുക്ക് ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് ദാരുണമായ അപകടത്തിൽപ്പെട്ടത്. പ്രളയബാധിത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഏകോപനം നൽകുകയായിരുന്നു അദ്ദേഹം. അതിന് നേതൃത്വം നൽകി കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി അബിൻ വർക്കി പ്രദേശത്തുണ്ട്. സംസ്ഥാനത്ത് മഴ കനത്തതോടുകൂടി ഏറ്റവും അധികം ദുരിതം ബാധിച്ച ഒരു ജില്ലയായിരുന്നു പത്തനംതിട്ട. ആറന്മുള പ്രദേശങ്ങളൊക്കെ തന്നെയും ഈ ഘട്ടത്തിൽ രാപ്പകലില്ലാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ടെത്തി അത് ഏകോപിപ്പിക്കുകയും നേതൃത്വം നൽകുകയും ശേഷം മടങ്ങുന്ന വഴിക്കാണ് അദ്ദേഹം താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് MLAയുടെ വാഹനത്തിലേക്ക് നിയന്ത്രണം വിട്ട മറ്റൊരു കാർ വന്നിടിച്ചത്. പെട്ടെന്നുണ്ടായ പ്രഹരത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും പരിക്കേറ്റെങ്കിലും ആരുടെയും നില ഗുരുതരമല്ലെന്ന പ്രാഥമിക വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും ഇത് ആശ്വാസത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ ഇതിനോടകം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. പത്തനംതിട്ടയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രളയക്കെടുതി അനുഭവിക്കുന്ന ജനങ്ങളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കാനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കാനും ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സജ്ജീകരണങ്ങൾ ഉറപ്പാക്കാനും ഒക്കെയായി സജീവമായ രംഗത്തുണ്ടായിരുന്ന വ്യക്തിയാണ് MLA. മണിക്കൂറുകൾ നീണ്ട കഠിനമായ ദുരിതാശ്വാസ ദൗത്യങ്ങൾക്കാണ് അദ്ദേഹം രാത്രി വൈകുവോളം നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇതിനൊക്കെ ശേഷം സ്വന്തം താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടയിലാണ് വാഹനം അപകടത്തിൽ പെടുന്നത്. എതിർദിശയിൽ നിന്നെത്തിയ മറ്റൊരു വാഹനം അപ്രതീക്ഷിതമായി MLAയുടെ കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. ഇടിച്ച ആഘാതത്തിൽ ഇരു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ഭീകരമാണ് എന്ന കാര്യങ്ങളൊക്കെ ഇനിയും വരുന്ന മണിക്കൂറുകളിൽ വേണം അറിയാൻ. ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരും സമീപത്തുണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. അപകടം നടന്ന ഉടൻ തന്നെ പരിക്കേറ്റ അബിൻ വർക്കി MLAയും ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരെയും തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രാഥമിക ചികിത്സകളൊക്കെ നൽകിയിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിക്കേറ്റവരെ പരിശോധിക്കുകയും പ്രാഥമിക ചികിത്സ ലഭ്യമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ ആരുടെയും മുറിവുകളോ പരിക്കുകളോ ആശങ്കാജനകമല്ല എന്നാണ് മെഡിക്കൽ സംഘം അറിയിച്ചിട്ടുള്ളതെങ്കിലും കൂടുതൽ മുൻകരുതലുകൾക്കായി എല്ലാവരെയും നിരീക്ഷണത്തിൽ നിർത്തിയിരിക്കുകയാണ്. പ്രളയ ദുരന്തത്തിൽ വലയുന്ന പ്രദേശങ്ങളിൽ അടിയന്തര ആശ്വാസ നടപടികൾ പൂർത്തിയാക്കി മടങ്ങുമ്പോഴുണ്ടായ ഈ അപ്രതീക്ഷിത സംഭവം പ്രദേശവാസികൾക്കിടയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ ജനപ്രതിനിധികളും സഹപ്രവർത്തകരുമൊക്കെ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട്. സംഭവത്തിൽ എന്തായാലും കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താറായി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് വിശദമായ പരിശോധന നടത്തും.